പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തെ ചൊല്ലി കേരള നിയമസഭയിൽ ഇന്ന് നാടകീയ രംഗങ്ങൾ അരങ്ങേറി. വിഷയത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ എൻ ഷംസീർ തള്ളിയതോടെ സഭ പ്രക്ഷുബ്ധമായി. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല ഇതെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യ വെല്ലുവിളി. സർക്കാർ ചോദ്യങ്ങളെ ഭയക്കുന്നത് എന്തിന് എന്ന ചോദ്യമുയർത്തി അവർ സഭ ബഹിഷ്കരിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന സ്പീക്കറുടെ അഭ്യർത്ഥന പ്രതിപക്ഷം നിരസിച്ചു. അടിയന്തര പ്രമേയം തള്ളിയതിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. പയ്യന്നൂരിലെ പാർട്ടി അഴിമതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്തു. ബഹളം വെച്ചാൽ മൈക്ക് നൽകാനാവില്ലെന്ന സ്പീക്കറുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്ന് സതീശൻ ആരോപിച്ചു. പയ്യന്നൂരിൽ പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ CPIM ഗുണ്ടകൾ നടത്തിയ ക്രൂരമായ മർദ്ദനം അതീവ ഗൗരവകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏത് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് സഭയിൽ ചോദിച്ചു. സഭയിൽ വിവാദം പുകയുമ്പോൾ പുറത്ത് CPIMനെ വെട്ടിലാക്കി പുറത്താക്കപ്പെട്ട നേതാവ് വി. കുഞ്ഞികൃഷ്ണൻ തന്റെ പുസ്തകം പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്ന പേരിൽ ഇറക്കുന്ന പുസ്തകം പാർട്ടിക്കുള്ളിലെ സാമ്പത്തിക തിരിമറികളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ധനരാജ് രക്തസാക്ഷി ഫണ്ട് കൂടാതെ ഇലക്ഷൻ ഫണ്ട്, പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ട് എന്നിവയിൽ നടന്ന കോടികളുടെ വെട്ടിപ്പ് പുസ്തകത്തിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. തെളിവുകൾ സഹിതമാണ് ഈ വെളിപ്പെടുത്തൽ. പാർട്ടിയെ തിരുത്താനാണ് താൻ ശ്രമിച്ചതെന്നും എന്നാൽ തന്നെ പുറത്താക്കാനാണ് നേതൃത്വം മുൻകൈയെടുത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 1 കോടി രൂപയോളം പിരിച്ചെടുത്ത ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ 46 ലക്ഷം രൂപയുടെ കുറവുണ്ടായെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ പ്രധാന ആരോപണം. പയ്യന്നൂർ MLA TA മധുസൂദനെ ലക്ഷ്യം വെച്ചാണ് ആരോപണങ്ങൾ. പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ താൻ ഈ വിവരം നേരത്തെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്ക് കേരളത്തിലും ബംഗാളിന്റെ അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഈ തുറന്നു പറച്ചിലെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ പക്ഷം. തനിക്കെതിരെ ശക്തമായ സൈബർ ആക്രമണമാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വിഷയം രാഷ്ട്രീയമായി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ആയുധമാക്കാനാണ് സാധ്യത. അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്നു എന്ന് പറയുന്ന CPIM നേതൃത്വം സ്വന്തം MLA സംരക്ഷിക്കാൻ ആരോപണം ഉന്നയിച്ച ആളെ പുറത്താക്കിയത് പാർട്ടി അണികൾക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. പയ്യന്നൂരിൽ കോൺഗ്രസ് BJP പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ സാമ്പിൾ വെടിക്കെട്ട് എന്ന് വിശേഷിപ്പിച്ച ഏരിയ സെക്രട്ടറിയുടെ പ്രസ്താവനയും വിവാദത്തിന് എരുതിയിൽ എണ്ണയൊഴിച്ചു. സഭ ബഹിഷ്കരിച്ചുവെങ്കിലും തെരുവുകളിൽ പ്രക്ഷോഭം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.